സ്വർഗം ഒരു വട്ടം നരകവാസികൾക്ക് കാണിച്ചു കൊടുക്കും. അതാണ് അവർക്ക് കൂടുതൽ വിഷമമുണ്ടാക്കുക. നരകവാസികളായ ചിലരെ അന്ത്യദിനത്തിൽ സ്വർഗത്തിൻ്റെ അരികിൽ കൊണ്ടുവരും. അതിൻ്റെ പരിമളം അവർക്കെത്തുന്നതിലെ മാളികകൾ അവർ കാണും. എന്നിട്ട് അവരോട് വിളിച്ചു പറയും, നിങ്ങൾ അവിടെ നിന്നും തിരിച്ചു പോവുക, നിങ്ങൾക്കതിൽ ഒരു വിഹിതവുമില്ല. അവർ നിരാശരായി മടങ്ങും. തുടർന്ന് നരകാവകാശികൾ അള്ളാഹുവിനോട് പറയും, നിൻ്റെ ആളുകൾക്ക് നൽകപ്പെടുന്ന സ്വർഗം കാണുന്നതിന് മുമ്പ് ഞങ്ങളെ നരകത്തിലേക്ക് പ്രവേശിപ്പിച്ചുകൂടായിരുന്നില്ലേ? എങ്കിൽ ഇത്ര പ്രയാസം തോന്നില്ലായിരുന്നോ? നരകം അവിശ്വാസികളെയും കൊണ്ട് കത്തി എരിയുമ്പോൾ അള്ളാഹു നരകത്തോട് നിനക്ക് മതിയായോ എന്ന് ചോദിക്കും. നീ നിറഞ്ഞു കവിഞ്ഞോ എന്ന് നാം നരകത്തോട് ചോദിക്കും. എന്തെങ്കിലും അധികമായി ഇനിയുമുണ്ടോ എന്ന് നരകം പറയുകയും ചെയ്യും. മേൽ സൂക്തത്തിൻ്റെ തഫ്സീർ ശ്രദ്ധിക്കൂ. നരകത്തിൽ ഇനി ഒരു ഇടമില്ല എന്ന നിലക്ക് നിറക്കപ്പെടും. പിന്നെങ്ങനെയാണ് ഇനിയുമുണ്ടോ എന്ന് നരകം ചോദിക്കുക? ഈ പ്രശ്നത്തിന് ഒരു മറുപടി എല്ലാവരെയും നരകത്തിൽ ഇടുന്നതിന് മുമ്പായിരിക്കാം. നരകത്തിൻ്റെ ചോദ്യം മറ്റൊരു വസ്തുത. നരകം കുഫാറുകളോട് അങ്ങേയറ്റം ദേഷ്യം പുലർത്തുകയും അവരെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. കുഫാറുകളെയൊക്കെ നരകത്തിൽ പ്രവേശിപ്പിച്ചാൽ കുറച്ചു സ്ഥലം അവിടെ ബാക്കിയുണ്ടാവും. വിശ്വാസികളുടെ കൂട്ടത്തിലെ ദോഷികൾക്കുള്ളതായിരിക്കും ആ സ്ഥലം. പക്ഷേ ഇതറിയാതെ ആ സ്ഥലത്തേക്ക് വരേണ്ട കുഫാറുകൾ ആരെങ്കിലും പുറത്തുണ്ടാകുമെന്ന് കരുതിയാണ് നരകമേൽ ചോദ്യം ചോദിക്കുന്നത്. പുറത്തുണ്ടോ എന്ന് കരുതി ചോദിക്കുകയാണ്. തുടർന്ന് പാപികളായ വിശ്വാസികളെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നപ്പോൾ അവരുടെ ഈമാൻ നരകത്തിലെ ചൂടിനെ തണുപ്പിക്കും. അതികഠിനമായൊരു ദാഹമാണ് അവർക്കുള്ളത്. പതക്കുന്ന ചീഞ്ചലമാണതിൽ ലഭിക്കുന്നത്. ചൂടേറ്റു മുഖമെല്ലാം ഉടൻ കരിയുന്നതാ. തലമുടി കരിഞ്ഞതിലുള്ള തോലിളകുന്നതാ. ഉള്ളിൽ കടന്നാൽ കുടലുകൾ ഞുറുങ്ങുന്നതാ. പിന്ദ്വാര വഴി അത് മുഴുവനും ഒഴുകുന്നതാ.